ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നമ്മുടെ രണ്ടുപേരുടെയും സന്തോഷങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും വില എന്റെ വയറ്റിൽ തുടിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ വയ്യ. ഞാനും ഒരു മനുഷ്യജീവിയെ ജയരാമേട്ട. എനിക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. എന്നേക്കോ എന്നതുപോലെ ജയരാമേട്ടൻ എന്നെ വിട്ടുപോയിട്ടും ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും ജയരാമേട്ടന്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല. ഇവിടെ ജനാർദ്ദന കൈമളിന്റെയും രാജലക്ഷ്മി അമ്മയുടെയും അനുസരണയുള്ള മരുമകളായി അല്ല, മകളായി തന്നെ ചെമ്പകമംഗലത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. അത് മതിയായിരുന്നു, അത് മാത്രം മതിയായിരുന്നു എനിക്ക്. മാധുരിയുടെ മരണമോ ജയരാമേട്ടന്റെ മടങ്ങി വരവോ ഞാൻ ആഗ്രഹിച്ചതല്ല. എനിക്കത് വിധിച്ചിട്ടില്ലെന്ന് കരുതി സ്വയം ആശ്വസിച്ചു. പക്ഷേ ജയരാമേട്ടൻ മടങ്ങി വന്നപ്പോ അറിയാതെ ഞാൻ സ്വപ്നങ്ങൾ കണ്ടു. മനസ്സിൽ നിന്ന് മാറ്റിവെച്ച ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അറിയാതെ വീണ്ടും ഉണ്ടായിപ്പോയി. ഞാനും ഒരു പെണ്ണല്ലേ. ജയരാമേട്ടൻ എനിക്ക് വീണ്ടും ഭർത്താവായി. മാധുരിയുടെ മകൾ എനിക്ക് മകളായി. ആ സന്തോഷം എന്നേക്ക് നീണ്ടു നിൽക്കുമെന്ന് ഞാൻ കൊതിച്ചു. പക്ഷെ സ്നേഹം തന്ന് ചേർത്ത് പിടിച്ച് വീണ്ടും എന്നെ ചതിച്ചു കളഞ്ഞില്ലേ. അങ്ങനെ ഒരു ഭാഗ്യം വിധിച്ചിട്ടില്ലെന്ന് കരുതി ഒതുങ്ങിക്കൂടാം മനസ്സിനെ പാകപ്പെടുത്തുമ്പോ ഇപ്പൊ ഇതു. ഇനി വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ജയരാമേട്ട? ഈ പ്രായത്തില്, അതും ജയരാമേട്ടന്റെ മരണശേഷം. ജയരാമേട്ടനൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളായത്. ഏത് മലമുകളിൽ നിന്നും വിളിച്ചു പറയുമായിരുന്നു, എന്റെ ജയരാമേട്ടന്റെ ജീവന്റെ ഒരു അംശം എന്റെ വയറ്റിൽ തുടിക്കുന്നുണ്ടെന്ന്. ആരുടെ എതിർപ്പിനെയും ഞാൻ സധൈര്യം അതിജീവിച്ചേനെ. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ഉത്തരം തേടായിരുന്നു. ഇതിപ്പോ എന്നെ ഒറ്റയ്ക്കാക്കി പോയി കളഞ്ഞില്ലേ ജയരാമേട്ട? നമ്മുടെ രണ്ടുപേരുടെയും സന്തോഷങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും വില എന്റെ വയറ്റിൽ തുടിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ വയ്യ. ജയരാമേട്ടൻ ഒരു മറുപടി പറ. ഏത് ലോകത്തിരുന്നായാലും ജയരാമേട്ടൻ ഇതിനൊരു മറുപടി പറഞ്ഞേ തീരൂ. ഒരുപാട് സ്നേഹിച്ച് ചേർത്ത് നിർത്തി അവസാനം മരണം കൊണ്ട് എന്നെ ചതിച്ചില്ലേ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്നെ ചതിച്ചില്ലേ ജയരാമേട്ട? എന്നെ ചേർത്ത് നിർത്തി എന്റെ കുഞ്ഞിന്റെ അമ്മയായതെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ടതിന് പകരം എന്നെ ഒറ്റയ്ക്കാക്കി വിട്ട് ചതിച്ചില്ലേ നിങ്ങള്? തകർത്ത് കളഞ്ഞില്ല എന്റെ ജീവിതം. മറ്റുള്ളവരുടെ
ചോദ്യങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നിന്ന് മറുപടി പറയാൻ പറ്റാത്ത വിധം എന്നെ തളർത്തി കളഞ്ഞില്ലേ ജയറാമേട്ട. ജയറാമേട്ടന്റെ കുഞ്ഞിന്റെ അമ്മയാണ് ഞാനെന്ന് ഉറക്കെ വിളിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എന്നെ തള്ളിവിട്ടില്ലേ. ഒന്നും മുഴുമിപ്പിക്കാതെ ഒരു സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ നിൽക്കാതെ എന്തിനാ ജയറാമേട്ട എന്നെ വിട്ടിട്ട് പോയത്? ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണർത്തി എന്നെ ചതിക്കായിരുന്നില്ല ജയറാമേട്ട. ആരെക്കാളും എന്നെക്കാളും ഞാൻ സ്നേഹിച്ചു പോയതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ ചതിച്ചത്? പറയേ, എന്തിനാ എന്നെ ചതിച്ചത്? പറയേ, എന്റെ ചോദ്യത്തിനുള്ള മറുപടി താ. എന്തിനാ എന്നെ ഇങ്ങനെ ചതിച്ചതെന്ന് പറയേ. നിങ്ങള് പറയേ ജയറാമേട്ട, പറയാൻ എന്നെന്തിനാ ഇങ്ങനെ ചതിച്ചത്? എന്താ അമ്മേ, എന്തു പറ്റി? ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? ഒന്നുമില്ലാത്ത ആള് ഇങ്ങനെ ഇരുന്ന് കരയുന്ന എന്തിനാ? അത് 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 പിന്നെ ഞാനൊന്ന് കരഞ്ഞു പോയതാ. അതെന്തിനാണെന്ന് ഞാൻ ചോദിച്ചേ. അത് 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 നിന്നെ ഓർത്ത. ഒരു കാരണമില്ലാതെ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ. അത് കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴുള്ള ഈ സ്വീകരണമൊക്കെ കണ്ടപ്പോ സന്തോഷം കൊണ്ട് ഞാൻ അറിയാതെ. അമ്മേ, അല്ല അതൊക്കെ കൊണ്ട് അമ്മ അച്ഛന്റെ ഫോട്ടോ നോക്കി കരയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്ന എന്തിനാ? അത് പിന്നെ ഞാൻ ജയറാമേട്ടനോട് ആ സന്തോഷം പങ്കുവച്ചതാ. സന്തോഷം പങ്കുവെക്കുന്നതിന് ചതിച്ചെന്നൊക്കെ പറയുന്ന എന്തിനാ? ചതിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞോ? ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല. അത് മോള് കേട്ടതിന്റെ കുഴപ്പം. അല്ല